തൃശൂർ കോർപ്പറേഷനിൽ അസാധാരണ രാഷ്ട്രീയ പ്രതിസന്ധി. മേയർ MK വർഗീസ് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനിൽ നിന്ന് കേക്ക് സ്വീകരിച്ചത് നിഷ്കളങ്കമായി കാണാനാകില്ലെന്ന് VS സുനിൽകുമാർ. K സുരേന്ദ്രൻ കൊടുത്ത കേക്ക് വഴിതെറ്റി വന്നതല്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മേയർ BJPക്ക് വേണ്ടി പ്രവർത്തിച്ച തൃശൂർ മേയർക്ക് ചോറിവിടെയും കൂർ അവിടെയുമാണെന്ന് സുനിൽകുമാർ ആരോപിച്ചു. കേക്ക് കഴിച്ചാൽ BJP ആകുമോ എന്നായിരുന്നു MK വർഗീസിന്റെ പ്രതികരണം. തൃശൂർ മേയർ MK വർഗീസ് സുരേഷ് ഗോപിയെ പരസ്യമായി പുകഴ്ത്തി സംസാരിച്ചതിലും ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്കായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വേണ്ടവിധം പ്രവർത്തിക്കാതിരുന്നതിലും CPIക്ക് നേരത്തെ തന്നെ കടുത്ത അമർഷമുണ്ട്. ഇതിനിടെയാണ് BJP സംസ്ഥാന അധ്യക്ഷൻ നടത്തിയ സ്നേഹയാത്രയ്ക്കിടെ മേയർക്ക് കേക്ക് സമ്മാനിച്ചത്. സംസ്ഥാനത്ത് വേറെ എത്രയോ മേയർമാരുണ്ടായിട്ടും BJP സംസ്ഥാന അധ്യക്ഷൻ തൃശൂരിൽ മാത്രം കേക്ക് കൊടുക്കാൻ പോയത് എന്തിനാണെന്നാണ് VS സുനിൽകുമാറിന്റെ ചോദ്യം. ഇതിൽ അത്ഭുതമൊന്നും തോന്നിയില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വേണ്ടി നേരിട്ടും പരോക്ഷമായും പ്രവർത്തിച്ച ആളാണ് MK വർഗീസ്. മേയർക്ക് ചോറിവിടെയും കൂർ അവിടെയുമാണ്. അത് LDF ചെലവിൽ വേണ്ടെന്നും സുനിൽകുമാർ. മേയർ ചോറിവിടെയും കൂർ അവിടെയുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ BJP സംസ്ഥാന പ്രസിഡന്റിന്റെ കയ്യിൽ നിന്നും കേക്ക് സ്വീകരിച്ചതും കേക്ക് കൊടുത്തതിന് ഞാൻ കുറ്റം പറയില്ല. കാരണം BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ആർക്കും കേക്ക് കൊടുക്കാം. പക്ഷേ കേരളത്തിൽ ഒരുപാട് മേയർമാരുണ്ടായിട്ടും തൃശ്ശൂർ മേയർക്ക് മാത്രം പ്രത്യേകം കേക്ക് കൊണ്ടു കൊടുക്കുന്നത് വഴിതെറ്റി വന്ന് കേക്ക് കൊടുത്തിട്ടുള്ളതല്ല. അതൊക്കെ എനിക്കതിൽ യാതൊരു അത്ഭുതം തോന്നിയിട്ടില്ല. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിക്ക് വേണ്ടി നേരിട്ടും പരോക്ഷമായും പ്രവർത്തിച്ച BJPക്ക് വേണ്ടി വർക്ക് ചെയ്ത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മേയറായിരിക്കുന്ന ആളാണ് ഇപ്പോഴത്തെ മേയർ. ഇടതുപക്ഷത്തോടോ ഇടതുപക്ഷ രാഷ്ട്രീയ ബോധത്തോടോ ഒരു കൂറുമില്ലാത്ത ആളാണ് തൃശൂർ മേയർ എന്നതടക്കം കടുത്ത വിമർശനത്തോട് MK വർഗീസിന്റെ മറുചോദ്യം കേക്ക് കഴിച്ചാൽ BJP ആകുമോ, താൻ ഇപ്പോഴും ഇടതുപക്ഷമാണെന്നാണ്. ഒരു കേക്ക് എൻ്റെ വീട്ടിലേക്ക് ആര് കൊണ്ടുവന്നാലും ഞാനത് വാങ്ങിക്കില്ലേ എന്നുദ്ദേശിച്ച് ഞാൻ ഇവിടെ തന്നെ ആ പ്രസ്ഥാനത്തിലൂടെ പോയതാണ് ചരിത്രം. ക്രിസ്മസ് ദിവസം ആര് വന്നാലും സ്വീകരിക്കും. തനിക്കിപ്പോഴും ഇടതുപക്ഷ മനസ്സാണെന്നും സുനിൽകുമാർ എങ്ങനെയാണ് തന്നിൽ BJP അനുഭവം കണ്ടതെന്ന് അറിയില്ലെന്നും MK വർഗീസ്. എൻ്റെ വീടിനകത്ത് അന്നേ ദിവസം ഞാനും എൻ്റെ ഭാര്യ മാത്രമേ ഉള്ളൂ. ഒരു ദിവസമെങ്കിലും സമാധാനമായി ലോകരക്ഷകൻ വരുന്നത് കാത്തു നിൽക്കുകയാണ് ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ ലോകരക്ഷകനെ കാത്തു നിൽക്കുമ്പോൾ ഇവരാരോടും ചോദിക്കാണ്ട് കയറി വന്ന എൻ്റെ വീട്ടിൽ കയറരുത്, ലോകരക്ഷകനെ കാത്തിരിക്കുന്നു എന്നെനിക്ക് പറയാൻ പറ്റൂ. മനസ്സിലായോ? അപ്പോൾ അവർ വന്നു, എനിക്കൊരു കേക്ക് തന്നു, ഒരു കേക്ക് ഞാൻ ദൈവത്തിനും കൊടുത്തു. ഇതാണോ തെറ്റ്? എന്തായാലും MK വർഗീസിന്റെ വിശദീകരണത്തിൽ CPI തീരെ തൃപ്തരാകില്ല. MK വർഗീസിനെ മേയർ സ്ഥാനത്ത് നിന്നും നീക്കണമെന്ന ആവശ്യം CPI LDFൽ ശക്തമായി ഉന്നയിക്കാനാണ് സാധ്യത. MK വർഗീസിന് BJPയോട് മൃദു സമീപനമാണെന്നത് CPIയുടെ വിമർശനം മാത്രമല്ല, CPIMനുള്ളിലും ഏറെക്കാലമായി അസ്വസ്ഥമായ അടക്കം പറച്ചിലാണ്. കേക്ക് വിവാദത്തോടെ ഈ ചർച്ച കൂടുതൽ സജീവമാകും. ന്യൂസ് മലയാളം, തൃശൂർ, തിരുവനന്തപുരം.